പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ദൈവവചനം എന്ന കണ്ണാടിയിലേക്ക് നോക്കുവാനുള്ള അവസരം, തിരുവചനത്തിലൂടെ നമ്മുടെ യഥാർത്ഥമായ രൂപം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ വചനം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സത്യങ്ങൾ ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ യഥാർത്ഥമായ ആത്മീയ അവസ്ഥ നിലവാരം മനസ്സിലാക്കുവാൻ ഈ ദൈവവചനം നമ്മളെ എത്രമാത്രം സഹായിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര കടപ്പെട്ട കാര്യമാണ്. ഇന്ന് അനേകരും ദൈവമില്ലാത്തവരായി തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവമുള്ളവരായി ജീവിക്കുക എന്നുള്ളത് എത്ര ഭാഗ്യമാണ്. അപ്പോൾ നാം കണ്ടുകൊണ്ടിരുന്ന വിഷയം വളരെ ഗഹനമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ആത്മീയനായി ജീവിക്കുക എന്നുള്ളത്. നമ്മൾ കണ്ടു, പ്രാകൃതന്മാരുണ്ട്, ജഡീകന്മാരുണ്ട്, ആത്മീയരുണ്ട്. അപ്പോൾ നമുക്ക് പ്രാകൃതരെക്കുറിച്ച് അധികം കേട്ടിട്ട് കാര്യമില്ല. അവർ വീണ്ടും ജനിക്കാത്തവരും ദൈവാത്മാവില്ലാത്തവരുമാണ്. നമുക്ക് ജഡീകന്മാരെക്കുറിച്ച് ചിന്തിച്ചിട്ട് വലിയ കാര്യമില്ല. നമുക്കൊരു ജഡീകനായി ജീവിക്കേണ്ട ഒരവസ്ഥയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണെങ്കിൽ അവർ ആത്മീയനാണെന്ന് ആത്മീയമായി ചിന്തിക്കുന്നു. അപ്പോൾ ഒരു ആത്മീയൻ്റെ ആ ഗുണവിശേഷങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ. നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ മറ്റൊരാളെ പരിശോധിക്കുകയല്ല, അവരെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വിധിക്കുകയല്ല. നമ്മുടെ അവസ്ഥ, നമുക്ക് യഥാർത്ഥമായിട്ട് ഒരു ആത്മീയനായിരിക്കാൻ കഴിയുന്നുണ്ടോ, ഞാൻ ദൈവദൃഷ്ടിയിൽ ഒരു ആത്മീയനാണോ എന്ന് തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഏകദേശം 5 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ? കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി, എനിക്ക് തോന്നുന്നു 62ാമത്തെ ക്ലാസ് മുതൽ നമ്മളത് നോക്കുക. ഒരാത്മീയനെ സംബന്ധിച്ചോളം അവൻ സകലത്തെയും വിവേചിക്കുന്നവനായിരിക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് ഒരു ആത്മീയൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായിരിക്കും. മൂന്നാമത് നമ്മൾ കണ്ടുപോയത് അവന് വീണുപോയവരോട് സഹതാപം ഉണ്ടാവും. നാലാമത് നമ്മൾ ചിന്തിച്ചത് ഒരു ആത്മീയൻ ആത്മീയമായി ചിന്തിക്കുന്നു. അഞ്ചാമത് നമ്മൾ ചിന്തിച്ചത് ഒരു ആത്മീയൻ സഭയിലെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്! ഒരു ആത്മീയൻ സഭയിലെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നു. വളരെ വിശാലമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കാണുകയുണ്ടായി. ഇന്ന് ഞാൻ 6ാമതായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു യഥാർത്ഥ ആത്മീയൻ അവൻ്റെ സ്വയത്തെ ത്യജിച്ച് ജീവിക്കുന്നവനായിരിക്കും. സ്വയത്തെ ത്യജിച്ച് ജീവിക്കുന്നവനായിരിക്കും. നമ്മൾ ഈ ഒരു കാര്യവും നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല എങ്കിലും കർത്താവിൻ്റെ വിളിയും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവം വെളിപ്പെടുത്തുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം അധ്യായം, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, എല്ലാവരോടുമായിട്ട് പറയാണ്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഈ കാര്യത്തിലും നമുക്ക് വളരെ അറിവുണ്ടായിരിക്കണം. നമ്മൾ ഇവിടെ കാണുന്ന കാര്യം, നമ്മൾ തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തെ നമ്മൾ ത്യജിക്കുക എന്ന, നമ്മുടെ സ്വയമാണ് എപ്പോഴും നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നു. ഞാനെന്താ പാവം, എനിക്കെല്ലാം കഴിയും, എനിക്കെല്ലാം അറിയാം, അത് നമ്മൾ പലരിലും കാണുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? അത് നമ്മൾ ത്യജിക്കണം. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്ന് ജനം പറയുന്നു? അപ്പം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് യോഹന്നാൻ സ്നാപകനായിരിക്കാം, അല്ലെങ്കിൽ യിരെമ്യാവായിരിക്കാം, ഏലിയാവായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകനായിരിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ചാടി പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഇത് പിതാവിൽ നിന്നും ലഭിച്ച ഒരു വെളിപ്പാടായിട്ട് കർത്താവ് ആ കാര്യം പറയുകയും, ആ വെളിപ്പെടുത്തൽ നടന്നതുകൊണ്ട് ഈ കാര്യം ആരോടും നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം
കർത്താവ് തുടർന്ന് പറഞ്ഞത് യെരുശലേമിലേക്കുള്ള യാത്രയെക്കുറിച്ചും അവിടെ താൻ നേരിടാൻ പോകുന്ന ക്രൂശ് മരണത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പത്രോസ് തന്നെ വേറിട്ട് കൊണ്ടുപോയിട്ട് സാഹസിക്കാൻ തുടങ്ങിയെന്ന അങ്ങനെ നിനക്കരുത്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ സാഹസിക്കുന്നതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 23 മുതൽ അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇതിന് ശേഷം കർത്താവ് പറയാണ്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അപ്പോൾ ജീവനെ കണ്ടെത്തുവാനുള്ള വഴി കർത്താവിനായി നമ്മുടെ ജീവനെ ത്യജിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ വളരെ ഗഹനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരു ശരിയായ ഒരു ആത്മീയനായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ക്രൂശ് എടുക്കുക എന്നാൽ മരിക്കുക എന്നല്ല, പിന്നെയോ മരിക്കാൻ ഇഷ്ടപ്പെടുക, കർത്താവിന് വേണ്ടി മരിക്കാൻ ഇഷ്ടപ്പെടുക. നമുക്കറിയാം പൗലോസ് തൻ്റെ ജീവിതത്തിൽ താൻ വളരെ എന്ത് രോഗമാണെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ താൻ ആ രോഗത്താൽ വളരെ ഭാരപ്പെട്ടു. അവസാനം താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന. അപ്പോൾ ദൈവം കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? എൻ്റെ കൃപ നിനക്ക് മതി. 2 കൊരിന്ത്യർ 12:9 ഞാൻ വായിക്കുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി. ദൈവം അല്ലെങ്കിൽ കർത്താവ് പൗലോസിനോട് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ എൻ്റെ ശക്തി ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ബലഹീനർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ്യ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഞാൻ അതുകൊണ്ട് എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കാരണം എന്താണ്? താൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ദൈവശക്തി കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ ഏതെല്ലാം നിലയിലുള്ള കഷ്ടങ്ങളോ നിന്ദകളോ പണികളോ ദുഷികളോ എല്ലാം സഹിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കർത്താവിൻ്റെ അത്യന്ത ശക്തി നമുക്ക് അനുഭവിച്ചറിയാൻ ഇടയാവും. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു ഇഷ്ടം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഈ ഒരു ഇഷ്ടമാണ് ഒരു ആത്മീയ യഥാർത്ഥമായ ഇഷ്ടം, കർത്താവിന് വേണ്ടി. എന്നിട്ട് പറയാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു യഥാർത്ഥമായിരിക്കുന്ന ആത്മീയൻ അവൻ എന്തായിരിക്കണം? അവൻ ഓരോ ദിവസവും തന്നെത്താൻ ത്യജിക്കുന്നവനായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളിലൊന്നും നമ്മുടെ കഴിവുകളോ നമ്മുടേതായിരിക്കുന്ന ശക്തിയിലോ നാം ചെയ്തു എങ്കിൽ അതിൻ്റെ എല്ലാ പ്രശംസയ്ക്ക് നമ്മൾ തന്നെ പ്രശംസ എടുത്തുകൊണ്ട് നമ്മളെ ഉയർത്തുവാനിടയായി അത് വലിയ നീളത്തിലേക്കും ഒരു വലിയ ആത്മീയ വീഴ്ചയിലേക്കും പോകാനിടയുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ സ്വയത്തെ ത്യജിക്കുക. എനിക്ക് എന്നാൽ ഒന്നും കഴിയില്ല, എൻ്റെ കർത്താവിലുള്ള ആശ്രയത്തിലൂടെ മാത്രമേ എനിക്ക് കഴിയൂ എന്നുള്ള ഒരു അനുഭവത്തിൽ പൗലോസ് അത് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എങ്കിലും എൻ്റെ മതി. അപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. കണ്ടോ? അപ്പോൾ എനിക്ക്
ദൈവികമായിരിക്കുന്ന ആ ബലം ലഭിക്കുന്നു. ഇവിടെ തൻ്റെ ആ അനുഭവം നോക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു എന്ന് പറയാൻ എനിക്കെല്ലാം കഴിയും. അപ്പോൾ ബലഹീനനായ തന്നെ ദൈവം ബലപ്പെടുത്തുന്നു. ആ ബലഹീനതകളിൽ ദൈവം ശക്തി പറഞ്ഞുകൊണ്ട് തൻ്റെ മഹത്വത്തിനു വേണ്ടി തന്നെ ഒരു പാത്രമായി ഉപയോഗിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ തന്നെ കർത്താവ് പറഞ്ഞതാ. അപ്പോസ്തലപ്രവൃത്തി 9:16 ഞാൻ തിരഞ്ഞെടുത്ത പാത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവനെ കാണിക്കും. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ നമ്മുടേതായ ശക്തിയിലും കഴിവിലും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. ഇന്നിപ്പോൾ അനേകരും പ്രശംസിക്കുന്നത് അവരുടെ ജ്ഞാനത്തിലും അവരുടെ ധനത്തിലും അവരുടെ കഴിവുകളിലുമൊക്കെയാണ്. എന്നാൽ അങ്ങനെ ഒരു പ്രശംസ പൗലോസിന്റെ ജീവിതത്തിലില്ലായിരുന്നു. തൻ്റെ പ്രശംസ തൻ്റെ ബലഹീനതയിലായിരുന്നു. ഇല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ക്രൂശിലായിരുന്നു. നമ്മൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും എത്രയോ പേരാ ലോകം വിളിച്ചാൽ അങ്ങോട്ട് ഓടിപ്പോകും. ലോകത്തിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ട്, ലോകത്തിൽ നിന്നും ലഭിക്കുന്ന ആദരവിന് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയുവാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്നാൽ ലോകം നമ്മളെ വിടക്ക് നിണ്ണുന്ന, ഒന്നിനും കൊള്ളരുതാത്തവനെ നിണ്ണുന്ന, നമ്മളെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം, കർത്താവിനോടുള്ള യഥാർത്ഥ ഭക്തി നിമിത്തം നമ്മൾ ലോകത്തിൽ നിന്നും ലോകക്കാരിൽ നിന്നും വേർപെട്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പഴി കേൾക്കുവാൻ നമുക്ക് മനസ്സില്ല. ലോകത്തു നിന്നുണ്ടാകുന്ന നിന്ദകൾ കേൾക്കുവാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ലോകക്കാരോട് ഓടിച്ചേരുകയാണ്. എന്നാൽ ഓരോരുത്തരോട് പറയാണ്, ഈ ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് എത്ര വലിയ കാര്യമല്ലേ. ഇന്നും അനേകരും ആ നിലയിലുള്ള ഒരു ക്രൂശീകരണം നടന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഇന്നും അവരവരുടെ സ്വയത്തിലാണ്, അവരവരുടെ സ്വയ തീരുമാനങ്ങളിലാണ്. ദൈവം എന്നോട് എന്ത് പറയുന്നു, ആത്മാവ് എന്നോട് എന്ത് പറയുന്നു, ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ, തിരുവചനം എന്തു പറയുന്നു, അതിനെക്കുറിച്ച് പരിശോധിക്കാറില്ല. അപ്പോൾ ഇന്നും അവർ സ്വയത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവരിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നില്ല. അപ്പോൾ എല്ലാ ദൈവമക്കളും വളരെ വ്യക്തമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശക്തി കേന്ദ്രം എന്നുള്ളത് കർത്താവ് തന്നെയായിരിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാനം വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ഓരോരുത്തരെ പറയാണ്, ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോലെ സ്വന്തമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. എന്തൊരു നല്ല പ്രയോഗമുള്ളവരെ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ഞങ്ങളുടെ പ്രാപ്തി കൊണ്ടല്ല, അത് ദൈവം തന്ന പ്രാപ്തിക്കൊത്തവണമാണ്. ഇതാ നമ്മൾ ദൈവത്താൽ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കുന്നു. ഞാൻ ഇന്ന് ആ കൃപയിലാണ് എന്ന് പറയുവാൻ നമുക്കറിയണം. ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വയത്തിലേക്കായി പോകും. അതേ കാര്യം തന്നെ അതിൻ്റെ 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ 13-4 അവിടെ വായിക്കുന്നത്, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണവും ഒപ്പം വിശുദ്ധന്റെ ജീവിതവും പൗലോസ് താരതമ്യപ്പെടുത്തിയിരിക്കുക. ഇവിടെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. നോക്കുക, കർത്താവ് അത്രമാത്രം തന്നെ ഒഴിച്ചു. വാസ്തവത്തിൽ നമ്മളോടുള്ള സ്നേഹമാണ് ഇതെല്ലാം സഹിക്കുവാൻ ഇടയാക്കിയത് നമുക്കറിയാം. അപ്പോൾ ആ സ്നേഹം ലോകം അതൊരു ബലഹീനതയായി കണ്ടു.
എന്നാൽ നമുക്ക് വേണ്ടി അവിടുന്ന് ബലഹീനരാകുകയില്ലേ? ഇന്ന് ആ ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഇതുപോലെ ഇവിടെ പൗലോസ് പറയാണ് ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശക്തിയാലല്ല ജീവിക്കുന്നത്, ഞങ്ങൾ ദൈവശക്തിയാൽ അവനോടുകൂടെ ജീവിക്കുന്നു. ഇതാ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വയത്തിൽ പ്രശംസിക്കാനൊന്നുമില്ല, പാരമ്പര്യത്തിൽ പ്രശംസിക്കാനൊന്നുമില്ല, അവൻ്റെതായ നേട്ടങ്ങളിൽ അവന് പ്രശംസിക്കാനൊന്നുമില്ല. അവനാകപ്പാടെ പറയാനുള്ളത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആ കർത്താവാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ശക്തിയുടെ കേന്ദ്രം ഞങ്ങളുടെ കർത്താവാണ് എന്നാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമുക്കറിയാം, ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. 18-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ ദാവീദ് പറയാണ്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ചിന്തിക്കുക, അപ്പൊ ദാവീദിന് സൈന്യബലമുണ്ട്, താൻ യൗവനക്കാരന് ആ സമയം, തനിക്ക് ശക്തിയുണ്ട്. എന്നാൽ താൻ തൻ്റെ ശക്തിയിലൊന്നുമല്ല, തൻ്റെ സൈന്യബലത്തിലല്ല. പിന്നെ താൻ എന്താ പറയുന്നത്? താൻ പറയുന്നത് എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കണ്ടോ? നമുക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറയാൻ കഴിയുമോ? എൻ്റെ ബലം എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്. അപ്പം അന്ന് പഴയ നിയമത്തിൽ ദാവീദിന് ധൈര്യമായി പറയാൻ കഴിഞ്ഞു, എൻ്റെ ബലം എന്നുള്ളത് എൻ്റെ ദൈവമാണ്. എന്നിട്ട് ആ ദൈവത്തെക്കുറിച്ച് പറയുന്ന 2-ാമത്തെ വാക്യത്തിൽ 9 കൂട്ടം കാര്യങ്ങളാണ് ദാവീദ് പറയുന്നത്. ഈ ദൈവം എനിക്ക് എന്തെല്ലാമാണ്. എത്ര ഒരു ഹൃദയ വിശാലതയാന്ന് നോക്കിയേ. അതിന് 2-ാം വാക്യം ഞാൻ വായിക്കാം. യഹോവ എൻ്റെ ശൈലം. കണ്ടോ? 1 യഹോവ എൻ്റെ ശൈലം, 2 യഹോവ എൻ്റെ കോട്ട, 3 യഹോവ എൻ്റെ രക്ഷകൻ, 4 യഹോവ എൻ്റെ ദൈവം, 5 യഹോവ എൻ്റെ ശരണം, 6 യഹോവ എൻ്റെ പാറ, 7 യഹോവ എൻ്റെ പരിച, 8 യഹോവ എൻ്റെ കൊമ്പ്, 9 യഹോവ എൻ്റെ ഗോപുരം. ഉണ്ടോ? എന്താ പറയുന്നെന്ന് നോക്കിയേ. ദൈവത്തെക്കുറിച്ച് തൻ്റെ സാക്ഷ്യം എത്ര വിലപ്പെട്ട സാക്ഷ്യമാണ് ഇവിടെ. നമ്മൾ ചിന്തിക്കണം. 9 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ താൻ പറയുന്നത്. എന്നിട്ട് പിന്നെ അതേ സങ്കീർത്തനം 28-ന്റെ 8-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, നോക്കിയേ, യഹോവ തൻ്റെ ജനത്തിന് ബലമാകുന്നു. യഹോവ തൻ്റെ ജനത്തിന് ബലമാകുന്നു. തൻ്റെ ജനത്തിന്റെ ബലം യഹോവയാവുന്നു. അതിൻ്റെ 29-ന്റെ പരം നോക്കിയേ, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. നമ്മൾ ഈ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും ദാവീദിന് ദൈവത്തെക്കുറിച്ചുള്ള ആ നന്ദി നമുക്ക് എത്രമാത്രം കാണാൻ കഴിയും. നമ്മൾ 62-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുപിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം അരുളി ചെയ്തു. അപ്പം ഞാനൊരു കാര്യം പറയാം, എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിന്റെ കരമുണ്ടെന്നാണ് പറഞ്ഞതിന് സാരം. ദൈവമാണ് പ്രിയമുള്ളവരെ ബലം ദൈവത്തിനുള്ളതാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ലോക മനുഷ്യന് ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം അതാ. നമ്മൾ അതേ സങ്കീർത്തനം 68-ന്റെ 28 വരുമ്പോൾ, 68-ന്റെ 28 അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ? ദൈവം തന്റെ ഭക്തന് ബലം കൽപ്പിച്ചിരിക്കുക. ദൈവമാണ് നമുക്ക് ശക്തി കേന്ദ്രം. അതിൻ്റെ 84-ന്റെ 5 വായിക്കുമ്പോൾ, സങ്കീർത്തനം 84-ന്റെ 5, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നോക്കുക, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ
ഓരോ വാക്യങ്ങളും 105-ാം സങ്കീർത്തനം 4-ാം വാക്യം, യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവിൻ. അപ്പോൾ ഒരു ഭക്തൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തെയും അവന്റെ ബലത്തെയും. നമുക്ക് ലഭിക്കുന്ന ബലം ദൈവത്തിന്റെ ബലമാണ്. അതുകൊണ്ട് നമ്മൾ യഹോവയെ തിരയണം. അതൊരു ഭക്തന്റെ കർത്തവ്യമാണ്. അതേ കാര്യം തന്നെ 138-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ അവസാന ഭാഗം 138-ന്റെ 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ഇത് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴും നമുക്ക് ബലം പകരുന്ന നമ്മുടെ കർത്താവ്, ഈ കർത്താവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്. ഏത് നിലയിലും ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ഒരു വലിയ ഒരു ആഗ്രഹം, അതല്ലേ നമ്മൾ പൗലോസിന്റെ സാക്ഷ്യത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായം 30-ാം വാക്യത്തിൽ താൻ വായിക്കുന്നത്, പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. ഉണ്ടോ? അപ്പോൾ ക്രൂശിൽ പ്രശംസിച്ച പൗലോസിനെ പറയാണ്, പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. അതിന്റെ 12-5 2 കൊരിന്ത്യർ 12-5 താൻ പറയുന്നത്, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കില്ല. നമ്മൾ ചിന്തിക്കാം ഇവിടെ, നമ്മൾ പലപ്പോഴും പലതിലും പ്രശംസിക്കുന്നത് നമ്മുടെ കഴിവുകളിലല്ലേ? നമ്മൾ ചിന്തിച്ചേ, നമ്മൾ കർത്താവിലാണോ പ്രശംസിക്കുന്നത്? എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ അവനെല്ലാറ്റിലും കർത്താവിനെ മഹത്വപ്പെടുത്തും. ഇന്ന് നമുക്ക് ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്. എല്ലാത്തിലും, ഏത് പ്രതികൂലത്തിലും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയണം. നമുക്കറിയാം, ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലം ഉണ്ടായപ്പോൾ, ഒരു വലിയ ശത്രുവിനെ നേരിടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ, അവിടെ ഹിസ്കിയാവ് പറയുന്ന ഒരു സാക്ഷ്യവാക്യം നമ്മൾ 2 ദിനവൃത്താന്തം അതിന്റെ 32-ാം അധ്യായം, 2 ദിനവൃത്താന്തം അതിന്റെ 32-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും, അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്, അവനോടുകൂടെ ഉള്ളതിനേലും വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. നോക്കണം, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിലുള്ള ആശ്രയം. നമ്മുടെ ദൈവമാണ് നമുക്ക് ജയം തരുന്നത്. അവിടുന്ന് നമ്മളോട് കൂടി ഉണ്ട്. അത് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോഴും യോഹന്നാൻ സ്നാപകൻ തന്റെ ലേഖനത്തിൽ, തന്റെ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇത് ശ്രേഷ്ഠമായൊരു കാര്യമല്ലേ ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരാം. അപ്പം നമുക്ക് ആശ്രയിക്കുവാൻ, ചാരുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഇതല്ലേ നമ്മുടെ ജീവിതത്തിലെ വിജയരഹസ്യം. ഇന്നും കർത്താവ് തന്റെ ജനത്തെ താൻ ആത്മാവിന്റെ ശക്തിയോടെ അയക്കുന്നു. ശിഷ്യന്മാരെ അയച്ചപ്പോഴല്ലേ അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞേ, നിങ്ങൾ ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ പാർക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതിനുശേഷമേ നിങ്ങൾ പുറപ്പെടാവൂ. ദൈവം ഒരു വ്യക്തി അയക്കുമ്പോൾ ഈ ശക്തിയോടുകൂടി അയക്കുന്നത്. ദൈവമാണ് നമുക്ക് ബലം പകരുന്നത്. നമുക്കറിയാം, പൗലോസ്ലിയ താൻ തന്റെ കപ്പൽ യാത്രയിൽ, നീണ്ട യാത്രയിൽ വളരെയധികം
നഷ്ടപ്പെട്ടു പോകാം എന്നുള്ള ഒരു അനുഭവത്തിൽ എത്തിച്ചേർന്നു. ആശയറ്റുപോയ എന്നുള്ള ഒരു പ്രയോഗം നമ്മളവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിന്റെ അവസാനം, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഉണ്ടോ എന്ന് പറഞ്ഞാൽ അനേക ദിവസങ്ങളായിട്ട് സൂര്യന്റെ വെളിച്ചം പോലും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ സമയത്തും പ്രാർത്ഥിക്കുന്ന ഭക്തനായ പൗലോസിന് ദൈവത്തിന്റെ ദൂതനാൽ അരുളപ്പാടുണ്ടായത് എന്താ? അതിന്റെ തന്നെ ആ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്ന അതിന്റെ 27-ന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഉണ്ടോ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുമോ? കാര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, ആശയ്ക്കൊരു വകുപ്പില്ല. എങ്കിലും താൻ പറയുകയാണ്, എനിക്ക് ദൈവം എന്നോട് അരുളി ചെയ്തു, തന്റെ ദൂതൻ മുഖാന്തരം എനിക്ക് അറിയിപ്പ് തന്നു, അതുകൊണ്ട് നമുക്ക് ഓരോ ഹാനിയും വരികയില്ല, നിങ്ങൾ ധൈര്യത്തോടിരിപ്പിൻ എന്ന് പറയുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു അനുഭവം താൻ നമ്മൾ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ താൻ എഴുതി കൊരിന്ത്യരെ അറിയിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടിവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടിവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. ഓ, എത്ര പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ! കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആശ്രയം ഇന്ന് എവിടെയാണ്? നമ്മൾ യഥാർത്ഥമായിട്ടും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. എന്നാൽ വിശുദ്ധന്മാരുടെ ഞാൻ ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നമ്മൾ ഹോശയ പ്രവചനം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രയേലെ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറുക്കുന്നത് നിന്റെ നാശമാകുന്നു. നോക്കണേ, ഇസ്രയേലെ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറുക്കുന്നത് നിന്റെ നാശമാകുന്നു. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ദൈവത്തോട് മറുതലിക്കരുതേ. ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നമ്മൾ എപ്പോഴും പ്രതിഫലിപ്പിക്കേണ്ടവരാണ്. അങ്ങനെയല്ലാതെ വരുന്നത് അത് നമുക്ക് തീരെ നഷ്ടമായി ഭവിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പഴയ നിയമത്തിൽ തന്നെ ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. നോക്കണേ, സ്വന്തം ശക്തിയാണ് അവർക്ക് ദൈവം. അപ്പൊ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ ഇഷ്ടപ്രകാരം, അവർക്ക് അതിന് കഴിവുണ്ട്, അതുകൊണ്ട് അവർ ചെയ്യുന്നു. ദൈവദൃഷ്ടിയിൽ നമ്മൾ അങ്ങനെ ആയിത്തീർന്നിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൽ നിന്നും വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അന്തം ചിലപ്പോൾ നിത്യമായ നാശമായിരിക്കാം. അതുകൊണ്ട് അങ്ങനെയൊരു ഭയങ്കര തീരാ നഷ്ടത്തിലേക്ക് ആയിപ്പോകരുതേ. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. അപ്പോൾ ഒരു യഥാർത്ഥ ഒരു ആത്മീയൻ ഒരിക്കലും തന്റെ കഴിവുകളിൽ പ്രശംസിക്കുന്നവനല്ല. അവൻ ഓരോ ദിവസവും സ്വയത്തെ ത്യജിച്ചുകൊണ്ട് കർത്താവിന് ജീവിക്കുന്നവനാണ്. അങ്ങനെ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും. അതുകൊണ്ട് ഒരു സ്വയശോധന കഴിക്കുക. ഞാൻ ഓരോ ദിവസവും എന്നെ തന്നെ ത്യജിച്ച് എൻ്റെ കഴിവുകളിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവം തരുന്ന ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? എല്ലാത്തിലും എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവമക്കളെ, ജീവിതം വഞ്ചിക്കപ്പെടും.
ശത്രു നമ്മളെ വഞ്ചിക്കും, നമ്മൾ ദുഃഖിതരായി തീരും, തീരാ നഷ്ടം നമുക്ക് നേരിടേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ ഈ കേൾവി എല്ലാ ദൈവമക്കൾക്കും ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. കർത്താവിന് സകല മഹത്വം ഉണ്ടാകട്ടെ.